നമ്മുടെ AR റഹ്മാൻ, നമുക്കറിയാവുന്ന പോലെ ലോകോത്തര പ്രതിഭ AR റഹ്മാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ RK ശേഖറിനോടൊപ്പമായിരുന്നു സംഗീത രംഗത്തേക്കുള്ള റഹ്മാന്റെ പ്രവേശനം എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാല്യം അത് ഒരുപാട് കഷ്ടതകളൊക്കെ നിറഞ്ഞതായിരുന്നു. നിലച്ചിരിക്കാത്ത സമയത്ത് അച്ഛനെ അസുഖം ബാധിച്ചു. 9-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. വീട്ടിലെ സംഗീത ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്തും അതുപോലെ മദ്രാസിയിലെ സ്റ്റുഡിയോകളിൽ കീബോർഡ് വായിക്കാൻ ഓടി നടന്നുമൊക്കെയാണ് ആ ജീവിതം കരയ്ക്കടുപ്പിക്കാൻ ശ്രമിച്ചത്. സംഗീത ലോകത്തെ അക്കാലത്തെ പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിച്ച് സ്വയം സ്ഫുടം ചെയ്തെടുത്തു റഹ്മാൻ. സംഗീതമാണ് മകൻ്റെ വഴിയെന്ന് ആ അമ്മയും ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് പ്രാരാബ്ധങ്ങൾക്കൊക്കെ ഇടയിലും മകൻ്റെ സ്വപ്നങ്ങൾക്ക് അവർ വെളിച്ചം പകർന്നു. പാശ്ചാത്യ സംഗീതം പഠിച്ച റഹ്മാൻ സ്വതന്ത്രമായി ഈണങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. പരസ്യ ചിത്രങ്ങളിലും ജിംഗിളുകളും ഒക്കെ ആയിട്ടായിരുന്നു തുടക്കം. അവിടെ നിന്നും മണിരത്നം റോജയിലേക്ക് ക്ഷണിക്കുന്നു. അതോടെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ്റെയും അതുപോലെ AR റഹ്മാൻ്റെയും തലവര തന്നെ മാറി. പിന്നീട് ഒരു അഭിമുഖ വേളയിൽ റഹ്മാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് ആത്മഹത്യാ ചിന്തകളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ അമ്മ ഒരു കാര്യം പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും സുന്ദരമായ ഉപദേശവും അതായിരുന്നുവെന്ന്. റഹ്മാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിൽ സ്വാർത്ഥത ഇല്ലാതെയാകുന്നത് എന്ന്, ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്നതാകട്ടെ, ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം നൽകുന്നതാകട്ടെ, ഒന്നുമല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതാകട്ടെ, ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന്. AR റഹ്മാൻ പറഞ്ഞ വാക്കുകൾ ശരിയാണല്ലേ? നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നാൽ അതിനുമപ്പുറം നമുക്ക് എന്ത് വേണം? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് സഹജീവി സ്നേഹത്തോടുകൂടി സഹജീവികളെ ചേർത്ത് നിർത്തി ഒന്ന് പുഞ്ചിരിക്കാൻ, നമുക്ക് കാശൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ലല്ലോ. ഒരാളെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് സ്നേഹത്തോടെ നമുക്കൊരു നോട്ടം കൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ മൂഡിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് സഹജീവി സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് പോവാം.